കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുപ്രീം കോടതിയിൽ പേഴ്സണൽ അസിസ്റ്റന്റ്, സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, കോർട്ട് മാസ്റ്റർ എന്നീ തസ്തികകളിലേക്ക് 107 ഒഴിവുകളാണ് ഉള്ളത്. ഡിഗ്രിയാണ് യോഗ്യത പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്പിങ്ങും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓരോ തസ്തികയ്ക്കും ഉള്ള യോഗ്യത എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാണ്, അതുപോലെ തന്നെ ഇതിന്റെ സൈറ്റ് അഡ്രസ്സ് ഏതാണ്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സുപ്രീം കോടതിയിൽ വിവിധ തസ്തികകളിൽ, അതായത് പേഴ്സണൽ അസിസ്റ്റന്റ്, സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, കോർട്ട് മാസ്റ്റർ എന്നീ തസ്തികകളിലാണ് അവസരമുള്ളത്. ആദ്യം നമുക്ക് പേഴ്സണൽ അസിസ്റ്റന്റിന്റെ നോക്കാം. അതിൽ 43 ഒഴിവാണ് പേഴ്സണൽ അസിസ്റ്റന്റിന് ഉള്ളത്. അടിസ്ഥാന ശമ്പളം 44,900 അടിസ്ഥാന ശമ്പളമായിട്ട് പറയുന്നത്. യോഗ്യത ആയിട്ട് പറയുന്നത് ബിരുദമാണ്. കൂടാതെ മിനിറ്റിൽ 100 ഇംഗ്ലീഷ് വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ്, മിനിറ്റിൽ 40 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രായം 18 to 30 വയസ്സാണ് പേഴ്സണൽ അസിസ്റ്റന്റിന്റെ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, അതിന് 33 ഒഴിവാണ് ഉള്ളത്. അടിസ്ഥാന ശമ്പളം 47,600 അതിന്റെ അടിസ്ഥാന ശമ്പളം. യോഗ്യത ബിരുദമാണ്. കൂടാതെ മിനിറ്റിൽ 100 ഇംഗ്ലീഷ് വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ്, അതുപോലെ തന്നെ മിനിറ്റിൽ 40 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും പറയുന്നുണ്ട്. അതിന്റെ പ്രായപരിധി 18 to 30. അടുത്തത് കോർട്ട് മാസ്റ്റർ ആണ്. അവിടെ 31 ഒഴിവാണ് ഉള്ളത്. കോർട്ട് മാസ്റ്ററുടെ അടിസ്ഥാന ശമ്പളം 67,700. യോഗ്യത നിയമ ബിരുദമാണ് അതിന് പറയുന്നത്. മിനിറ്റിൽ 120 ഇംഗ്ലീഷ് വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ്, മിനിറ്റിൽ 40 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും. അതുപോലെ തന്നെ പൊതുമേഖലാ ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സെക്രട്ടറി, സീനിയർ PA, സീനിയർ സ്റ്റെനോഗ്രാഫറായി 5 വർഷത്തെ പ്രവൃത്തി പരിചയവും കൂടി കോർട്ട് മാസ്റ്റർക്ക് പറയുന്നുണ്ട്. പ്രായം 30 to 45 ഇടയ്ക്കായിരിക്കണം. അതുപോലെ തന്നെ ഈ തസ്തികകളിലെല്ലാം തന്നെ പേഴ്സണൽ അസിസ്റ്റന്റും സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റും കോർട്ട് മാസ്റ്റർ, ഈ തസ്തികകളിലെല്ലാം തന്നെ ഉയർന്ന പ്രായപരിധിയിലെ SC/ST വിഭാഗക്കാർക്കും, വിമുക്ത ഭടകർക്കും, ഭിന്നശേഷിക്കാർക്കും, സ്വാതന്ത്ര്യ സേവന സേനാനികളുടെ ആശ്രിതർക്കും ഗവൺമെന്റ് ചട്ടങ്ങൾ അനുസരിച്ചുള്ള ഇളവുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, നിയമനങ്ങൾ എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഷോർട്ട് ഹാൻഡ് ടൈപ്പിങ്ങിലും പ്രായോഗിക പരീക്ഷ, അതുകൂടാതെ എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അഭിമുഖം എന്നിവ നടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ടൈപ്പിംഗ് പരീക്ഷയ്ക്ക് 10 മിനിറ്റും, അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് പരീക്ഷയ്ക്ക് 7 മിനിറ്റും, എഴുത്തു പരീക്ഷയ്ക്ക് 1.45 മണിക്കൂറുമായിരിക്കും സമയം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും എഴുത്തു പരീക്ഷ. ഇതിന്റെ സിലബസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ജനറൽ നോളജ് എന്നിവ ആസ്പദമാക്കിയായിരിക്കും 100 മാർക്കിനുള്ള എഴുത്തു പരീക്ഷയിലെ ചോദ്യങ്ങൾ. ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് പരീക്ഷയെ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ വിജ്ഞാപനം നിങ്ങൾ കാണുക. അതിൻ്റെ അകത്ത് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പരീക്ഷയ്ക്ക് എറണാകുളത്തും കേന്ദ്രം ഉണ്ടാവും. അതുപോലെ തന്നെ ഫീസ് 1000 രൂപയാണ്. SC/ST വിഭാഗക്കാർക്കും, വിമുക്ത ഭടന്മാർക്കും, ഭിന്നശേഷിക്കാർക്കും, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശ്രിതർക്കും 250 രൂപയാണ്. പുറമെ ബാങ്ക് ചാർജും ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ അവസാന തീയതി എന്ന് പറഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി December 25. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അതിന്റെ സൈറ്റ് അഡ്രസ്സ് ഞാൻ പറയാം. www.sci.gov.in ആണ്. ഒരിക്കൽ കൂടി ഞാൻ സൈറ്റ് അഡ്രസ്സ് പറയാം. www.sci.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ 107 അവസരമാണ് ഉള്ളത്. ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെയധികം പ്രയോജനപ്രദമായ അവസരങ്ങളാണ്. വളരെ എളുപ്പത്തിൽ ജോലി കരസ്ഥമാക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ സിലബസ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വിശദമായിട്ട്, തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, സിലബസ് എന്താണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.